ഹായ് ഗൈസ്, അപ്പോൾ ഇത് വീണ്ടും ഒരു മോർണിംഗ് വ്ളോഗായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ചിട്ട് നേരെ ഞാൻ ചായ വെച്ചു. ഇപ്പം ഞങ്ങൾക്കറിയാമല്ലോ, ചായ എൻ്റെ ഒരു ബെസ്റ്റ് പാർട്ട് ഓഫ് ഡേ ആണ്. ചായ ഇല്ലെങ്കിൽ എനിക്കൊരു അന്നത്തെ ദിവസം ഒരു പൂർത്തിയായില്ല. അങ്ങനെ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അപ്പം വരുന്നു. അപ്പോൾ അപ്പത്തിന് മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അതിനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു പെറുക്കി അതിൻ്റെ ഇടയ്ക്ക് ചായയൊക്കെ അരിച്ചു വെച്ചു. പിന്നെ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതൊക്കെ എടുത്ത് സെറ്റ് ചെയ്തു കേട്ടോ. എല്ലാം ഇങ്ങനെ കുനു 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 കുനാ നൈസായിട്ട് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തു. ഈ സ്പീഡ് നിങ്ങൾ നോക്കണ്ട, ഇത് സ്പീഡ് കൂട്ടിയിട്ടിട്ടാണ്, ഇത്രയും സ്പീഡൊന്നും ഇല്ലാത്ത എനിക്ക്. അത് കഴിഞ്ഞ് പിന്നെ ചട്ടി വെച്ച് എണ്ണയൊക്കെ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഈ അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം അതിനകത്തേക്ക് ഇട്ടു. ഞാൻ എല്ലാ സാധനം അരിഞ്ഞെടുത്തായിരുന്നേ. അങ്ങനെ അതൊക്കെ അരിഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുത്തു. കുറേ നേരം വഴറ്റി നല്ലൊരു ബ്രൗൺ കളർ, അത്യാവശ്യം ഒന്ന് മുരിഞ്ഞ് വന്നതാട്ടെ എനിക്കിഷ്ടം. അതുകൊണ്ട് അങ്ങനെ മുരിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഉപ്പിട്ട് പിന്നെ മസാലപ്പൊടികളിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല 3 മാത്രമേ ഞാൻ ഇട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നല്ല ചൂട് വെള്ളം, തണുത്ത വെള്ളമല്ല, ഞാൻ ചൂട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇത് മുട്ട തിളപ്പിച്ചതാണ്, അതുകൊണ്ട് മുട്ട ഇങ്ങനെ പൊട്ടിച്ചാണ് ഒഴിക്കണത്. പുഴുങ്ങാൻ ഒരു മടിയായിരുന്നു. പുഴുങ്ങി പിന്നെ അതിന് തോടൊക്കെ പൊളിച്ചിട്ടാകെ മൊത്തം ഇതല്ലേ. അങ്ങനെ അപ്പമൊക്കെ എടുത്ത് മുട്ടക്കറിയുടെ കൂടെ കഴിച്ചു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ രാവിലത്തെ പരിപാടി. എന്നിട്ട് ഞാൻ നേരെ പോയി കിടന്നുറങ്ങി ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ, ബായ്.